നമസ്കാരം സുഹൃത്തുക്കളെ, ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വളരെ ആവേശകരവും ദുരൂഹവുമാണ്. അത് പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഭൗതിക സൗകര്യങ്ങൾ, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ആത്മീയ ഉയരങ്ങൾ നേടൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏതൊരു ആഗ്രഹങ്ങളും 8 തവണ പറയുന്നതിലൂടെ നിറവേറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെ സുഹൃത്തുക്കളെ, അത് സാധ്യമാണ്. പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ അത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്താൽ മാത്രമേ ഇത് സംഭവിക്കൂ. ഈ വീഡിയോയിൽ ബ്രഹ്മ മുഹൂർത്തത്തിന്റെ പ്രാധാന്യവും നിങ്ങളുടെ ആഗ്രഹങ്ങൾ 8 തവണ പറയുന്നതിനുള്ള ശരിയായ വഴിയും നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന രഹസ്യവും ഞങ്ങൾ വിശദീകരിക്കും. സുഹൃത്തുക്കളെ, ഓരോ വിശദാംശങ്ങളും ഒരു അനുഗ്രഹമായിരിക്കും എന്നതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. ഇത് ഒരു തവണ മാത്രമല്ല, ലോകത്തിലെ സന്തോഷങ്ങളിൽ നിന്ന് ആഴത്തിലുള്ള ആത്മീയ ഉയരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു രഹസ്യമാണ്. അതിനാൽ ഈ അത്ഭുതകരമായ യാത്ര ആരംഭിക്കാം. സുഹൃത്തുക്കളെ, ആദ്യം ബ്രഹ്മമുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുമെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. സൂര്യോദയത്തിന് മുമ്പ് ഇത് പ്രപഞ്ചം മുഴുവൻ സമാധാനവും പോസിറ്റീവ് ഊർജവും പ്രവഹിക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. ഈ സമയം എങ്ങനെ തിരിച്ചറിയാം? നിങ്ങളുടെ നഗരത്തിലോ രാജ്യത്തോ നിങ്ങൾ എവിടെ താമസിച്ചാലും സൂര്യോദയ സമയം കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. ഗൂഗിൾ മാപ്സിൽ നിങ്ങൾക്ക് അത് പരിശോധിക്കാം. സൂര്യൻ സംഗീതം ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ പിന്നോട്ട് പോകുക. അതാണ് നിങ്ങളുടെ ബ്രഹ്മമുഹൂർത്ത സമയം. രാവിലെ 6 മണിക്ക് സൂര്യോദയം ഉണ്ടായാൽ ബ്രഹ്മമുഹൂർത്ത സമയം സംഗീതം 3:30 ആരംഭിക്കും. ഇപ്പോൾ ഈ സമയം എന്തുകൊണ്ടാണ് ഇത്രയും പ്രത്യേകതയുള്ളത്? യഥാർത്ഥത്തിൽ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഊർജ്ജനില ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളും ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ പ്രപഞ്ചത്തിൽ എത്തുന്നു. അതുകൊണ്ടാണ് ഇത് തീരുമാനങ്ങൾ നിറവേറ്റുന്ന സമയം എന്നും അറിയപ്പെടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തവും പരിശുദ്ധവുമായ ഒരിടത്ത് ഇരിക്കുക എന്നതാണ്. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ 8 തവണ പൂർണ്ണ വിശ്വാസത്തോടെ വികാരത്തോടെ പറയുക. വികാരവും വിശ്വാസവും ഇവിടെ വളരെ പ്രധാനമാണ്. കാരണം ഇതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി നൽകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ പ്രക്രിയ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിറവേറാതെ കിടക്കുന്ന ഓരോ ആഗ്രഹവും നിറവേറാൻ തുടങ്ങുമെന്ന് സങ്കൽപ്പിക്കുക. ഇത് ഭൗതിക ആഗ്രഹങ്ങൾക്ക് മാത്രമല്ല, ഇത് ആത്മീയ പുരോഗതിക്കും വാതിൽ തുറക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം നോക്കിയാൽ ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു ആഗ്രഹം ആഴത്തിൽ വേരൂന്നിയിരിക്കും. ചിലർ വിദ്യാഭ്യാസത്തിൽ വിജയിക്കാനും മറ്റുള്ളവർ സർക്കാർ ജോലിക്കുവേണ്ടിയും പ്രവർത്തിക്കുന്നു. ചിലർ ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചിലർ സ്വന്തമായി ബിസിനസ് ആരംഭിച്ച് വിജയത്തിന്റെ പുതിയ ഉയരങ്ങൾ നേടണമെന്ന് സ്വപ്നം കാണുന്നു. ചിലർ തങ്ങളുടെ തൊഴിലിലെ വെല്ലുവിളികളെ അതിജീവിച്ച് പുതിയ ഉയരങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ തങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന നില നേടണമെന്ന് സ്വപ്നം കാണുന്നു. മറുവശത്ത് പലരും തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടുന്നു. ചിലർ വീട് ആഗ്രഹിക്കുന്നു. ചിലർ കടത്തിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നു. ചിലർ തങ്ങളുടെ കുടുംബം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരു കുഞ്ഞ്, ഒരു മകൾ, ഒരു മകൻ, അല്ലെങ്കിൽ ചിലർക്ക് തങ്ങളുടെ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വെറും ഭൗതികമായ ആഗ്രഹങ്ങൾ മാത്രമല്ല, പലരും ആത്മീയ പുരോഗതിക്കായും പരിശ്രമിക്കുന്നു. ചിലർ തങ്ങളുടെ കുണ്ടലിനിയെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ചിലർ തങ്ങളുടെ മൂന്നാം കണ്ണ് തുറന്ന് പ്രപഞ്ചത്തിന്റെ
ആഴത്തിലുള്ള രഹസ്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ ദൈവവുമായി ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട്. ചിലർ സ്വപ്നം കാണുന്നു. സംഗീതം അത് നിറവേറാതെ വരുമ്പോൾ നമ്മൾ വളരെ നിരാശരാകുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു വഴി ഉണ്ട്. അത് നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് മാത്രമല്ല, ആത്മീയ വളർച്ചയ്ക്കും നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇത് പുരോഗതിക്കും വഴിയൊരുക്കും. കാരണം ഇത് ബ്രഹ്മ മുഹൂർത്തം. എല്ലാ ദേവന്മാരും ദേവതകളും ചുറ്റി സഞ്ചരിക്കുന്ന സമയം. അവരുടെ ഊർജം എല്ലായിടത്തും ഉണ്ട്. ആ സമയത്ത് അറിവിന്റെ ദേവതയായ സരസ്വതിയും ഒരു പണ്ഡിതയാണ്. ഈ സമയത്ത് നിങ്ങൾ ഉണർന്നെഴുന്നേറ്റാൽ, ധ്യാനിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം സഫലമായെന്ന് സങ്കൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. നമ്മുടെ പൂർവികർ, മാതാപിതാക്കൾ, മുത്തശ്ശിമാർ, മുത്തശ്ശന്മാർ, പുരാതന മുനിമാർ പോലും ബ്രഹ്മമുഹൂർത്തത്തിന്റെ ശക്തി അംഗീകരിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തു. ഈ സമയം ദിവസത്തിന്റെ ആരംഭം മാത്രമല്ല, സ്വയം മാറാനും ഒരാളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനും ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവ ഒരു പ്രത്യേക ശക്തിയാൽ നിറയുന്ന സമയമാണിത്. ഇന്നും നമ്മുടെ മുതിർന്നവർ രോഗബാധിതരായിരിക്കുമ്പോൾ സംഗീതം, അല്ലെങ്കിൽ അവർ നമ്മെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കാണാൻ ആഗ്രഹിക്കുമ്പോൾ അതിരാവിലെ എഴുന്നേൽക്കാൻ അവർ നമ്മളോട് പറയാറുണ്ട്, നിർദ്ദേശിക്കുന്നു. ഡോക്ടർമാർ രാവിലെ നടക്കാൻ, സംഗീതം പോകാൻ ശുപാർശ ചെയ്യുന്നു. കാരണം ഇത് രക്തസമ്മർദ്ദം, അമിതവണ്ണം കൂടാതെ മറ്റ് രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിരാവിലെ ഉണരുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ അന്തരീക്ഷത്തിൽ ഒരു അത്ഭുതകരമായ പ്രപഞ്ചശക്തിയുണ്ട്. ഈ ഊർജം വളരെ ശക്തമാണ്. നിങ്ങൾ അത് അനുഭവിക്കുകയും സംഗീതം നിങ്ങളിലേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ ബോധത്തെ ഉണർത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ബോധാവസ്ഥ ഉയർന്നതാണ്. ഇത് നിങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് പുരാതന കാലങ്ങളിൽ ആളുകൾ ഈ സമയം അനുഷ്ഠിച്ചിരുന്നത്. ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ ആളുകൾ ഭൗതിക സൗകര്യങ്ങൾ മാത്രമല്ല, ആത്മീയ ഉയരങ്ങളും നേടി. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഈ അത്ഭുതകരമായ സമയം നമ്മൾ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ വിടുന്നു. എന്നാൽ നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഈ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളും സഫലമാകാൻ തുടങ്ങും. ബ്രഹ്മ മുഹൂർത്തത്തിനുള്ള ശരിയായ സമയം അതിരാവിലെ 3:36 ആരംഭിച്ച് അതിരാവിലെ 5:30 വരെ തുടരുമെന്ന് പറയപ്പെടുന്നു. ഈ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ കിടക്കയിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നതോ നിങ്ങളുടെ സൗകര്യത്തെയും ഇഷ്ടത്തെയും ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ മുറി, പ്രാർത്ഥനാ മുറി, അല്ലെങ്കിൽ ഏതെങ്കിലും ശാന്തമായ സ്ഥലത്ത് നിങ്ങൾക്കായി ഒരു പ്രത്യേക ഇടം ഉണ്ടാക്കാം. ഈ സ്ഥലം നിങ്ങളുടെ ഊർജം കേന്ദ്രീകരിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പുണ്യവും പോസിറ്റീവും ആയിരിക്കണം. അവിടെ ഇരുന്ന് നിങ്ങൾ ഒരു ലളിതവും ഫലപ്രദവുമായ പ്രക്രിയ പിന്തുടരണം. സംഗീതം നിങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങാൻ സൗകര്യപ്രദമായി ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ സംഗീതം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനെ വേഗത്തിലാക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിച്ച് പതുക്കെയാക്കുകയോ വേണ്ട. നിങ്ങളുടെ ശ്വാസം 1
പോകുമ്പോൾ അത് സ്വാഭാവികമായിരിക്കട്ടെ. അതിനെ മാറ്റാൻ ശ്രമിക്കാതെ സംഗീതം അതിനെ അനുഭവിക്കുക. ഈ സമയത്ത് നിങ്ങൾ ഒരാളായിരിക്കണം. നിങ്ങൾ ആഴത്തിലുള്ള സമാധാനം അനുഭവിക്കും. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ സംഗീതം ജീവിതത്തിന്റെ ശക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ശ്വാസം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനവും ശക്തിയും നൽകുന്ന ഒരു മന്ത്രമോ മെല്ലെ ഉച്ചരിക്കുക. ജപിക്കുമ്പോൾ നിങ്ങളുടെ ആജ്ഞാചക്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൂന്നാം കണ്ണിലോ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ബോധത്തെ ഉണർത്തുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ അത്ഭുതകരമായ ശ്വാസവും ജപവും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ഏകാഗ്രമാക്കുകയും ചെയ്യും. ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ലളിതമായ എന്നാൽ ഫലപ്രദമായ പരിശീലനം ചെയ്യുക. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുക മാത്രമല്ല, നിങ്ങളെ ശാരീരികമായും മാനസികമായും ഉന്മേഷവാനാക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ ആത്മീയ പരിശീലനം ആരംഭിക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും ആഴത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഒന്നാമതായി, ഇത് നിങ്ങളുടെ ശരീരത്തെ ഉന്മേഷപ്പെടുത്തുന്നു. ആ പുതിയ പ്രഭാത ഊർജം നിങ്ങളുടെ ക്ഷീണം നീക്കി ദിവസം മുഴുവൻ നിങ്ങളെ ഉന്മേഷവാനാക്കും. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഉച്ചരിക്കുമ്പോൾ യഥാർത്ഥ അത്ഭുതം ആരംഭിക്കുന്നു. നിങ്ങൾക്കുള്ളിലെ മൂലാധാര ചക്രം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. മൂലാധാര ചക്രം നിങ്ങളുടെ ശരീരത്തിലെ ഊർജത്തിന്റെ ഉറവിടമാണ്. അത് ഉണരുമ്പോൾ നിങ്ങളുടെ ഊർജം അതിവേഗം വർദ്ധിക്കുന്നു. സംഗീതം, ഇത് ലക്ഷ്മി സിദ്ധന്റെ ശക്തിയെ അല്ലെങ്കിൽ സമ്പത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന പ്രക്രിയയാണ്. കടം, ജോലി നഷ്ടം അല്ലെങ്കിൽ ബിസിനസ് തടസ്സങ്ങൾ പോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സംഗീതം ഈ സാധന ക്രമേണ അവയെ ഇല്ലാതാക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഊർജ്ജനില വളരെ വർദ്ധിച്ച് സംഗീതം നിങ്ങൾ എവിടെ പോയാലും പോസിറ്റീവ് ഊർജം പ്രവഹിക്കും. നിങ്ങളെ ചുറ്റുമുള്ള സാഹചര്യവും മാറാൻ തുടങ്ങും. ഈ സാധനയുടെ മറ്റൊരു സംഗീതം അത്ഭുതകരമായ സവിശേഷത രോഗത്തിൽ നിന്ന് മോചനം നേടുക എന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ ഈ നിമിഷത്തിന്റെ ഊർജം ഉപയോഗിച്ച് അവർക്കായി ഊർജം നിറഞ്ഞ വെള്ളം ഉണ്ടാക്കാം. ഇതിനായി സാധന ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. നിങ്ങൾ ധ്യാനിക്കുകയും ജപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ചുറ്റുമുള്ള ഊർജം വെള്ളത്തിൽ പ്രവേശിക്കും. ഈ വെള്ളം ഇനി സാധാരണ വെള്ളമായിരിക്കില്ല. അത് ഊർജം നിറഞ്ഞ വെള്ളമായി മാറും. നിങ്ങൾ ഒരു രോഗിയായ വ്യക്തിക്ക് വെള്ളം നൽകുമ്പോൾ അത് അവർക്ക് പോസിറ്റീവ് ഊർജം നൽകുന്നു. ഇത് അവരുടെ രോഗം കുറയ്ക്കാനും ആശ്വാസം നൽകാനും സഹായിക്കും. ഈ നേട്ടം അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രയോജനം ചെയ്യാം. കൂടാതെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. ദൈവനാമം ജപിക്കുന്നതിനെ പ്രാണജപം എന്ന് വിളിക്കുന്നു. കാരണം ഈ പരിശീലനം നിങ്ങളുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, എന്നാൽ നിങ്ങളുടെ ശ്വാസവുമായും ആത്മാവുമായും ആഴത്തിൽ ബന്ധിപ്പിക്കുന്നു. ഇത് യാതൊരു ആചാരങ്ങളോ പ്രത്യേക ക്രമീകരണങ്ങളോ ആവശ്യമില്ലാത്ത ഒരു പരിശീലനമാണ്. ഇത് വളരെ ലളിതവും ഫലപ്രദവുമാണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും എവിടെയും ചെയ്യാം. നിങ്ങൾ ഒരു പ്രത്യേക മന്ത്രം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരാധനാ നിയമങ്ങൾ, ജപം, ശുദ്ധി എന്നിവ നിങ്ങൾ പാലിക്കണം. അതായത് സ്ഥലം ശുദ്ധീകരിക്കുക, ധൂപക്കുറ്റികൾ കത്തിക്കുക, മന്ത്രം ശരിയായി ജപിക്കുക. എന്നിരുന്നാലും ദൈവനാമം ജപിക്കുന്നത് വ്യത്യസ്തമാണ്. ഇതിന് പ്രത്യേക നിയമങ്ങളോ നടപടിക്രമങ്ങളോ ആവശ്യമില്ല. നിലത്തിരുന്നാലും കസേരയിലിരുന്നാലും കിടക്കയിലിരുന്നാലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ പരിശീലനം ചെയ്യാം. ഇത് നിങ്ങളുടെ സൗകര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഏത് പേര് ജപിക്കണമെന്ന് തീരുമാനിക്കുക എന്നതാണ്. ആദ്യം നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഒരു പേര് തിരഞ്ഞെടുക്കുക. ഈ പേര് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സംഗീതം, ദൈവം, നിങ്ങളുടെ ഗുരു അല്ലെങ്കിൽ നിങ്ങളുടെ
ഹൃദയത്തോട് ചേർന്നുള്ള മന്ത്രമാകാം. റാം റാം വാഹേ ഗുരു. പ്രത്യേകിച്ച് റാം എന്ന് സംഗീതം ജപിക്കുന്നതിലൂടെ പലരും അത്ഭുതകരമായ ഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പേര് ജപിക്കുന്നത് ലളിതവും വളരെ ഫലപ്രദവുമാണെന്ന് കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിൽ രാവിലെ എഴുന്നേറ്റ് ഈ നാമം 15 മിനിറ്റ് ജപിക്കുക എന്നതാണ്. ഈ നാമജപം ക്രമേണ നിങ്ങളെ നിങ്ങൾക്ക് അകത്തുള്ള ശക്തിയിലേക്ക് അടുപ്പിക്കും. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഉള്ളിലും ഒരു ദിവ്യശക്തി നിങ്ങൾ അനുഭവിക്കും. പൂർണ്ണമായ സമർപ്പണത്തോടും വിശ്വാസത്തോടും കൂടി ചെയ്താൽ നാമജപം വളരെ ഫലപ്രദമായിരിക്കും എന്നത് ശ്രദ്ധേയമാണ്. ഇതിലൂടെ മാനസിക സമാധാനം മാത്രമല്ല, മറിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് സംഗീതം, ഊർജവും വളർച്ചയുടെ ഒഴുക്കും കൊണ്ടുവരാൻ തുടങ്ങുന്നു. സുഹൃത്തുക്കളെ, നാമജപത്തിന്റെ സമയത്ത് നിങ്ങളുടെ ശ്വാസത്തോടൊപ്പം നാമം എങ്ങനെ ഉച്ചരിക്കാമെന്ന് ഇപ്പോൾ ഞങ്ങൾ വിശദീകരിക്കും. അതിനാൽ അത് പൂർണ്ണമായും ഫലപ്രദമാകും. നിങ്ങൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ശ്വാസവുമായി ബന്ധിപ്പിക്കണം. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ രാമ രാം രാമ രാം എന്ന രാമനാമം ഉച്ചരിക്കാൻ തുടങ്ങാം. നിങ്ങളുടെ ശ്വാസത്തിന്റെ താളത്തിനനുസരിച്ച് 2, 1, 4 അല്ലെങ്കിൽ 10 തവണയോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പറയാം. ഓരോ തവണ ശ്വാസം പുറത്തുവിടുമ്പോഴും രാമറാം എന്ന് വീണ്ടും പറയുക. ഈ രീതി നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു ഊർജ പ്രവാഹം ആരംഭിക്കുന്നു. ക്രമേണ ഈ ഊർജം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. കൂടാതെ നിങ്ങൾ ഒരു ദിവ്യാനുഭവം അനുഭവിക്കുന്നു. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പ്രക്രിയയിൽ വാഹേ ഗുരു അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മറ്റേതെങ്കിലും മന്ത്രം ജപിക്കാം. നിങ്ങൾ വാഹേ ഗുരു ജപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്വാസം പോലെ വാഹേ ഗുരു ജപിക്കുക. ഇത് 15 മിനിറ്റ് തുടരുക. ഈ രീതിയും വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രക്രിയ ദിവസവും 15 മിനിറ്റ് വീണ്ടും ചെയ്യുക. 15 മിനിറ്റ് ഇത് ചെയ്താൽ ആദ്യ ദിവസം മുതൽ തന്നെ ഫലങ്ങൾ കാണാൻ തുടങ്ങും. ചിലരുടെ ആഗ്രഹങ്ങൾ ഒരു ദിവസം കൊണ്ട് നിറവേറും, മറ്റുള്ളവർക്ക് 21 ദിവസം വരെ എടുത്തേക്കാം. ഈ മുഴുവൻ പ്രക്രിയയും വിശ്വാസവും ഭക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇതിൽ നിങ്ങൾ എത്രത്തോളം അർപ്പണബോധവും സ്നേഹവും കാണിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറും. ഈ നാമം ഉച്ചരിച്ച ശേഷം നിങ്ങളുടെ ആഗ്രഹം 8 തവണ പൂർണ്ണമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പറയണം. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുക, ദൈവവുമായി ബന്ധിപ്പിക്കുക. അത് 8 തവണ പറഞ്ഞ ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. പിന്നീട് ഈ പ്രക്രിയ ആവർത്തിക്കുക. ഇതിന് ശേഷം നിങ്ങൾ 15 അല്ലെങ്കിൽ 30 മിനിറ്റ് ധ്യാനിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിൽ എത്താൻ കൂടുതൽ സമയമെടുക്കില്ല. പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തികളും അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടെന്ന് ഓർമ്മിക്കുക. കൂടാതെ അദ്ദേഹം നിങ്ങൾക്ക് അസാധ്യമാണെന്ന് ഒന്നും കരുതുന്നില്ല. ഈ രീതി നിങ്ങൾ പൂർണ്ണമായ അർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടി പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് വിഭാഗത്തിൽ ഞങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അത് ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.